ഈ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാനുള്ള തുടർന്നുള്ള പ്രവർത്തനത്തിൽ നിങ്ങളെല്ലാം തന്നെ സമ്പൂർണമായ സഹകരണം വിനിയോഗം ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതുപോലെ രാഷ്ട്രീയം ആണെങ്കിൽ കേരളത്തിൽ നിന്നുണ്ടായിട്ടുള്ള UDF-ന്റെ മുന്നേറ്റം, ദേശീയ രാഷ്ട്രീയത്തിലാണെങ്കിൽ നിങ്ങൾക്കത് എക്സിറ്റ് പോൾ പോലും കോൺഗ്രസിനെ കുറിച്ചും ഇന്ത്യ അലയൻസിനെ കുറിച്ചും പറഞ്ഞ കാര്യം നിങ്ങൾക്കറിയാം. ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പിറകിലായിരിക്കും എല്ലാവരും പറഞ്ഞു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മികച്ച വിജയം നേടാൻ കോൺഗ്രസിനും ഇന്ത്യ അലയൻസിനും സാധിച്ചു. BJP പുറകോട്ട് പോകേണ്ടി വന്നു. സ്വന്തമായി ഗവൺമെന്റ് വെക്കാൻ കഴിയാത്ത അവസ്ഥ BJPക്ക് വന്നു. ഇതെല്ലാം ഇന്ത്യയിലെ ജനാധിപത്യത്തിന്റെ വിജയമാണ്, മതേതരത്വത്തിന്റെ വിജയമാണ്. അതുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിലെ മാറ്റം വരാൻ തുടങ്ങിയിരിക്കുന്നു. കേരളത്തിലാണെങ്കിൽ വലിയ മാറ്റമാണ്. ഇവിടെ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ 2 ഗവൺമെന്റുകൾക്കെതിരായിട്ടുള്ള വിധിയാണ് സത്യം പറഞ്ഞത്. ഇപ്പോൾ കോഴിക്കോട് തെരഞ്ഞെടുപ്പിൽ ഈ ലഭിച്ച ഭൂരിപക്ഷം എനിക്ക് 1,46,000 വോട്ടുകളുടെ ഭൂരിപക്ഷം, ആ ഭൂരിപക്ഷത്തിൽ എല്ലാ വിഭാഗക്കാരും എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്. ആരുടെയെങ്കിലും പേര് പ്രത്യേകം പറഞ്ഞ കാര്യം എല്ലാ വിഭാഗവും സഹകരിച്ചിട്ടുണ്ട്. അതിനൊരു കാരണം 2 ഗവൺമെന്റുകളെതിരായിട്ടുള്ള പ്രതിഷേധമാണ്. മറ്റൊന്ന്, ഒരു ജനപ്രതിനിധി എന്ന നിലക്ക് എന്നെ ആർക്കും സമീപിക്കാം, എപ്പോഴും സമീപിക്കാം, ഏത് വിഷയം വന്നാലും സമീപിക്കാം. ഞാൻ അവരോടൊപ്പമുണ്ട്. അതുകൊണ്ട് ഇവരുടെ ആത്മബന്ധം കൂടിയാണ് ഈ ഭൂരിപക്ഷത്തിന്റെ കാരണം എന്ന് വിശ്വസിക്കുന്നു. ഇതാണ് എനിക്ക് ആമുഖമായി നിങ്ങളോട് പറയാനുള്ളത്. മറ്റു കാര്യങ്ങൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്കനുസരിച്ച് പറയാം.